CPIM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടക്കും. സമ്മേളന കാലയളവിൽ നടന്ന വിഭാഗീയ പ്രവർത്തനങ്ങളും നടപടികളും സംസ്ഥാന സമിതി വിലയിരുത്തും. വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, പുറത്തു വന്ന ഒരുപാട് വിഭാഗീയ പ്രവർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞു. അതേസമയം പുറത്തു പോകാത്ത, ഇപ്പോഴും ആഭ്യന്തര ചർച്ചയിൽ മാത്രം ഒതുങ്ങുന്ന ചില വിഭാഗീയതകളും കൂടി പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള വിഭാഗീയതയ്ക്കൊക്കെ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ ഒരു സംസ്ഥാന സമിതി യോഗത്തിൽ നടപടികൾ ഉണ്ടാകും അല്ലേ? കാളിദാസൻ, തീർച്ചയായിട്ടും വിവിധ വിഷയങ്ങൾ ഏതായാലും CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. ആ വിഷയങ്ങളിലെല്ലാം വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. CPM സംസ്ഥാന സമിതി ഇന്നും നാളെയുമായാണ് ചേരുന്നത്. നേതൃയോഗങ്ങൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നേതൃയോഗങ്ങളുടെ ഭാഗമായി ഇന്നും നാളെയുമായി ഈ പുതിയ AKG സെന്ററിൽ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി നടക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെയും പാർട്ടി കോൺഗ്രസിന്റെയും വിലയിരുത്തലുകൾ യോഗത്തിൽ എന്തായാലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ സമ്മേളന കാലയളവിൽ നടന്ന വിഭാഗീയ പ്രവർത്തനങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട നടപടികളും സംസ്ഥാന സമിതി വിലയിരുത്തും. സംസ്ഥാന സമ്മേളന തീരുമാനങ്ങൾക്കെതിരായ പരസ്യ പ്രചാരണങ്ങൾ, അതിനുള്ള ഒരു താക്കീതും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഏതായാലും പരസ്യമായി പ്രതികരിച്ച പത്തനംതിട്ടയിലെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിഗണനയ്ക്ക് വന്നേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ സമര പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളും അജണ്ടയിലുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഇന്നും നാളെയുമായി നടക്കുന്ന CPM സംസ്ഥാന സമിതി യോഗങ്ങളിൽ ചർച്ചയാകുന്നത്. കാളിദാസൻ. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.